നമസ്കാരം. ഓണക്കാലത്തെ മലയാളികളുടെ ഗൃഹാതുരമായ ഓർമ്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദേ മാവേലി കൊമ്പത്ത് എന്ന അനുഭവം. മാവേലിയുമായി വേറിട്ട് നിർത്താൻ കഴിയാത്ത നാദിർ ഷായാണ് ഇന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. നമസ്കാരം. ഗായകൻ, സംഗീത സംവിധായകൻ, പാട്ടെഴുത്തുകാരൻ, ഇപ്പോൾ സംവിധായകനുമായിരിക്കുന്നു അമർ അക്ബർ ആന്റണി എന്ന ചിത്രത്തിലൂടെ. അമർ അക്ബർ അന്തോണിയാണ് ശരിക്കും. ആൻ്റണി എന്ന് പറയുമ്പോൾ നമ്മളത് ശരിക്കും അന്തോണി എന്ന് പറഞ്ഞ ഒരു മലയാളം ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അമർ അക്ബർ അന്തോണി, നമ്മുടെ മലയാളത്തിൽ അന്തോണി എന്ന് പറയുന്നത് അത് കാരണം ഞങ്ങൾ അന്തോണി എന്ന് തന്നെയാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സിനിമ സംവിധാനം ചെയ്യാൻ ഇത്രയും വൈകി എത്തിയത്? 60 വയസ്സായിട്ടും ഇത്രയും കാലം എന്തുകൊണ്ട് ചെയ്തില്ല? ഞാൻ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള തീരുമാനമായിരുന്നു. അതായിരുന്നു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പടം നന്നാവുമെന്ന് പണ്ടുകാരെ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഉദ്ദേശം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമായിട്ട് വന്ന ആളല്ല. പണ്ട് മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മിമിക്രി ആർട്ടിസ്റ്റ് പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ മിമിക്രി ആർട്ടിസ്റ്റായി 12 വർഷമായിട്ടുണ്ടോ. ടൈറ്റാണ് എനിക്കെന്ന് പറഞ്ഞൊരു കാസറ്റ്, അതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കുറേ കഴിഞ്ഞു. അപ്പോഴൊക്കെ അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വിഷ്വൽ ചെയ്താൽ മതി, നമുക്ക് ബോംബെ പോയിട്ടൊരു പഴയ കപ്പൽ എടുക്കേണ്ടത്. അപ്പോൾ എന്നിലൊരു സംവിധായകനെ ആക്കിയിട്ട് നിർബന്ധിച്ചിട്ട് അങ്ങനെ സംവിധായകനാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഇഞ്ചെക്റ്റ് ചെയ്തത് മോഹൻ ചേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അറിയാൻ പാടില്ല, ഞാനിങ്ങനെ ആലോചിച്ച് കുറേ കൺഫ്യൂഷൻ, ഇത് ശരിയാവും. അവസാനം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അറിയാൻ പാടില്ലാത്ത പണിയാണ്, ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യുക. അപ്പോൾ എപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ പഠിച്ചിട്ട് അങ്ങനെ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പഠിക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു. സംവിധാനം ചെയ്യുന്നതെന്ന് പറയുമ്പോഴെന്താ അറിയോ, അതിന് ശേഷം കുറേ പ്രൊഡ്യൂസേഴ്സ് വന്നു. ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം വന്നപ്പം അവരാദ്യം പറയണത് ഞാൻ ഒരു പടം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിട്ടില്ല. അല്ല, നിങ്ങൾ ഒരു നല്ല എഡിറ്ററെയും നല്ലൊരു അസോസിയേറ്റും ഞങ്ങൾ തരാം, നിങ്ങൾക്ക് പടം ചെയ്താൽ തരാം. അപ്പോഴവർക്ക് എന്നിലല്ല വിശ്വാസം, ഈ എഡിറ്ററെയും അസോസിയേറ്റിനും തരാമെന്ന് പറയുന്നത് അവരെ വെച്ചിട്ട് ഞാൻ പടം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുഖേന ദിലീപിലേക്കുള്ളൊരു വഴി, ദിലീപിൻ്റെ ഡേറ്റ് കിട്ടും. ദിലീപിൻ്റെ ഡേറ്റ് കിട്ടാതെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്നെ കൊണ്ടൊരു പടം ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനല്ല അവിടെ ആവശ്യം. പക്ഷേ എനിക്കെന്ന് എൻ്റേതായ ഒരു അസോസിയേറ്റ് ഡയറക്ടറും എഡിറ്ററുടെയും അവരുടെ സഹായമില്ലാതെ എനിക്ക് എപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അന്ന് ചെയ്താൽ മതി എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പോഴാണ്. എന്നിട്ട് ഇപ്പോൾ ആദ്യ ചിത്രത്തിൽ ദിലീപ് അല്ല നായകൻ. അല്ല. എന്തുകൊണ്ട് ദിലീപല്ല? ദിലീപല്ലാത്തത് ഇപ്പം ഞാൻ പറയട്ടെ, ആ സബ്ജക്റ്റിന് 3 പേര് അടങ്ങുന്ന അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയ്ക്കുള്ള സബ്ജക്റ്റിൽ ഒരിക്കലും ഈ സബ്ജക്റ്റ് പറയാൻ വന്ന ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഈ 2 പിള്ളേരാണ്. ഇവർ വന്നിട്ട് ഒരു 10 മിനിറ്റ് കഥ കേൾക്കുമെന്ന് ചോദിച്ചിട്ട് താഴെ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞ് 10 മിനിറ്റ് അതിൽ കൂടുതൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തി കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ തുടർച്ചയായിട്ട് ഇവരുടെ സബ്ജക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അത്രയും ഭയങ്കരമായിട്ട് നമുക്ക് താല്പര്യപൂർവ്വം അവർ കഥ പറഞ്ഞു. എൻ്റെ അടുത്ത് കഥ പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് അവർ തന്നെ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ചേട്ടാ കഥ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഇത് ദിലീപേട്ടന് പറ്റിയ സബ്ജക്റ്റ് അല്ല, അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപേട്ടന് പറ്റിയതാണോ ഇല്ലയെന്നുള്ള ഞാൻ കേട്ടിട്ടുള്ളത് തീരുമാനിക്കട്ടെ, ഞാൻ കേട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ദിലീപിൻ്റെ ജോണറിന് പറ്റിയൊരു സിനിമയല്ല അത്. പക്ഷേ ജയസൂര്യയുടെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ ജയസൂര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എടാ ഒരു സബ്ജക്റ്റ് ഉണ്ട്, 3 പേർക്ക് ഈക്വൽ വേഷമാണ്, നീയൊക്കെ ഹീറോ മാത്രം കളിക്കുള്ളൂ എന്നുള്ള വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഥ പറയൂല. അപ്പം പറഞ്ഞു ഇക്ക നല്ലതാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ പറഞ്ഞ് ഞങ്ങൾ നല്ല രസമുണ്ട്, 3 പേര് ഒരേ ലെവലിലുള്ളൊരു 3 ഹീറോസ് കളിക്കണമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ രാജു ക്ലാസ്മേറ്റ്സ് ടീം വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രനും കൂട്ടിയിട്ട് ഇതൊരു വലിയ സിനിമ ചെയ്തപ്പോഴാണ്, ആദ്യം ഒരു കൊച്ചു സിനിമയായിരുന്നു പ്ലാൻ ചെയ്തത്. ദിലീപിനോട് പറഞ്ഞില്ലേ ഇതിൻ്റെ നിങ്ങൾ അത്രയും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് ചോദിക്കുകയാണ്, ദിലീപുമായി സംസാരിച്ചിട്ട്? പിന്നെ ദിലീപിന് എൻ്റെ ഫുൾ ഇതറിയാം. ദിലീപ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എടാ ശരിയാണോ നീ പറഞ്ഞ കറക്റ്റാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും വേഷം ചെയ്യണോ? ഞാൻ പറഞ്ഞ അങ്ങനത്തെ അല്ല, ഇത് സബ്ജക്റ്റ് നിനക്ക് കേട്ട് കഴിയുമ്പോൾ അറിയാം. എൻ്റെ അടുത്ത് വെച്ച് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യണോ? വേണ്ട, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറെ ആൾ ഓൾറെഡി ഉണ്ട്, ഇനി അയാളുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പടം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി ഞാൻ ചെയ്യാം. പിന്നെ ഈ സിനിമയിലേക്കുള്ള വഴി എങ്ങനെയാണ് തുറക്കുന്നത്? അഭിനയിക്കാനായിട്ടുള്ള വഴിയല്ല, ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോയി എന്നാളാണ്. മാനത്ത് കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണാൻ പോയി നിന്നപ്പോൾ അതിൽ യാദൃശ്ചികമായിട്ട് ഒരു കഥാപാത്രം ചെയ്യേണ്ട ആൾ ഷിയാസായിരുന്നു ആദ്യം. അതായത് ദിലീപും
അരിശ അശോകൻ, ഇന്ദ്രൻ സേട്ടൻ, ഷിയാസ് നമ്മുടെ മിമിക്രിയിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരു 4 ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഷിയാസിൻ്റെ എന്തോ ക്യാരക്ടറും അങ്ങനെ എന്തോ ഷിയാസിൻ്റെ എന്തോ ബുദ്ധിമുട്ട് വന്നിട്ട് ഷിയാസിന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ എന്തോ ഷോ ആയിട്ട് ഗൾഫ് ഷോയുടെ ഈ ഡേറ്റിൽ കയറി ഏക്ക് എങ്ങനെ എന്തോ ചെയ്തതിൻ്റെ പേരിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പകരം ഒരാളെ തപ്പി നടന്ന സമയത്ത് ഞാൻ ലൊക്കേഷനിൽ കുറച്ച് ദിവസം വായിൽ നോക്കി നിൽക്കണമെങ്കിൽ ഇവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് ചെയ്യിപ്പിച്ച് നോക്കി. അങ്ങനെ ഓർക്കാപ്പുറത്ത് ഒന്നാണ്. അഭിനയത്തിലൊരു ശ്രദ്ധ കൊടുത്തിരുന്നില്ലേ? അഭിനയിക്കണം, ഒരു നടനാകണം എന്നുള്ളതിൽ ഞാൻ ശ്രദ്ധ കൊടുത്തിരുന്നു, പക്ഷെ നാട്ടുകാരും ശ്രദ്ധ കൊടുത്തതിനെ പറ്റി. അതാണ് പറ്റിപ്പോയത്. അങ്ങനെയാണോ സംഭവം? അങ്ങനെ ഒരു ശ്രമം തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എൻ്റെ ഭാഗത്തുനിന്ന് അഭിനയിക്കാനുള്ള ആ സമയത്തൊക്കെ നല്ല ശ്രമം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് കുറേ സിനിമകളിൽ അഭിനയിച്ചു. എന്താണ് 3 മക്കൾ 4 മക്കൾ അല്ലെങ്കിൽ 10 മക്കൾ എന്നൊക്കെ പറയുന്ന സിനിമകൾ ആ സമയത്ത് ഒരുപാട് ഇറങ്ങിയിരുന്നു. അതിലെല്ലാം ഒരു മോൻ ഞാനായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് മേരാനും ചോക്കർ എന്ന് പറഞ്ഞ പടത്തിൽ പോയി ഹീറോ ആയിട്ടൊക്കെ അഭിനയിച്ചു, നിസാർക്ക ഡയറക്റ്റ് ചെയ്ത പടത്തിൽ. അപ്പോൾ അതുവരെ സംഭവിച്ചാണ്. അഭിനയിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പോയി ഹീറോ ആയിട്ട് അഭിനയിക്കില്ലല്ലോ. ഇതൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ് നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് നമ്മൾക്ക് പറഞ്ഞേക്കുന്ന പണി. ചിലപ്പോൾ ഞാൻ ഈ പേനും പേപ്പറും എടുത്തിട്ട് എഴുതുന്നതിന് എനിക്ക് നല്ല കയ്യടി കിട്ടുന്നുണ്ട്. ഞാൻ അഭിനയിച്ച് കാണിക്കുന്നതിന് കയ്യടി കിട്ടാറില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വഴി ഇതാണെന്ന്. അത് കാരണം പതുക്കെ അവിടെ നിന്ന് മാറി. കാരണം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളുടെ സ്വയം നമ്മളെ വഴി തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ റൂട്ട് തന്നെ. പിന്നെ കഴിഞ്ഞ ദിവസം ലാൽ ജോസിൻ്റെ അടുത്ത്, ലാലു ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ലാലുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ഫഹദിനെ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ലാലു ഒരു അഭിപ്രായം പറഞ്ഞു. ഫഹദിൻ്റെയൊക്കെ റിയാക്ഷൻസ് ക്യാമറയിൽ അവർ അഭിനയിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഫീൽ ചെയ്യും, പക്ഷേ എഡിറ്റ് ചെയ്ത് സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ കറക്റ്റ് അളവായിരിക്കും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലു, അപ്പോൾ പണ്ട് ഞങ്ങളുടെ മിമിക്രി കാസറ്റൊക്കെ ഡയറക്റ്റ് ചെയ്തിരുന്നല്ലേ, ഞാൻ പറഞ്ഞു ലാലു, പണ്ട് മിമിക്രി കാസറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഈ അണ്ടർ ആക്ടിങ് ആണ് ഞാനന്ന് ചെയ്തിരുന്നത്. ഇത് ഇപ്പോൾ അണ്ടർ ആക്ടിങ് ഇതിന് ഈ അണ്ടർ ആക്ടിങ് ഞാനന്ന് ചെയ്തിരുന്നത്. അന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ മുഖത്തൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ ഇതേ അണ്ടർ ആക്ടിങ് ആണെന്ന് ചെയ്തത്. ഇത്ര വർഷം മുമ്പ് ഞാൻ ചെയ്തതാണ്, പക്ഷെ നിങ്ങളന്ന് കളിയാക്കി. ഇപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ വലിയ പുകഴ്ത്തിട്ട് അല്ല തിരിച്ചറിയും ഇത് അഭിനയിക്കണം എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി വന്നപ്പോഴേക്കും ഔട്ടായി പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ നാദിർ ഷായുടെ ബാക്ക് ബോൺ ഒരു തമാശ ഹ്യൂമറാണ്. ഒരു 20 വർഷം മുമ്പുള്ള നാദിർ ഷാ ഇപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ സിനിമാ ലോകമാണെങ്കിലും മിമിക്രി ആണെങ്കിലും തമാശയിൽ ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ? തമാശക്കല്ല മാറ്റം വന്നത്, തമാശ ആസ്വദിക്കുന്നതിൻ്റെ ഒരു ശേഷി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കൂടി. അതിന് ചാനൽസാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഞങ്ങളൊക്കെ പണ്ട് ഓഡിയോ കാസറ്റ് ചെയ്തിരുന്ന സമയത്ത് വീട്ടിൽ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്നിട്ട് കാസറ്റ് ഇട്ട് പ്ലേ ചെയ്യാനേ പറ്റുള്ളൂ. സിനിമയിലും ടെലിവിഷനിലും മാത്രമായി ചുരുങ്ങിയോ ഇപ്പോൾ ഇനി തമാശ എന്ന് പറയുന്ന സാധനം? അതിന് പുറത്ത് സ്റ്റേജിൽ കാണിക്കുക അല്ലെങ്കിൽ ഇപ്പം കാസറ്റുകളിലാക്കി വർഷാവർഷം പുറത്തിറക്കുക, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞോ? കാസറ്റിലാക്കി ഇപ്പോൾ ഇറക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം. CD ഇല്ലേ ഇപ്പോൾ നിങ്ങളുടെ മാവേലി കൊമ്പത്തില്ല? ഇല്ല അതൊക്കെ നിർത്തി 5 വർഷമായി നിർത്തിയിട്ട്. 5 വർഷം മുമ്പ് നിർത്തി. 5 വർഷം മുമ്പ് നിർത്തി. കാരണം നമുക്ക് നിർത്തിയ CD വിൽപ്പന ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടല്ലോ മറ്റു കാര്യങ്ങളിൽ. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലൊക്കെ വ്യാജ CD അല്ലേ, ഒറിജിനൽ ഏതാണ്? ഈ മാവേലിനെ ഇങ്ങനെ വേഷം കെട്ടിച്ചതിന് ആരെങ്കിലും പിന്നീട് മാവേലി ആരാധകരാരെങ്കിലും? അല്ല, അതിനൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. അതായത് മാവേലിയെ കുറിച്ചിട്ട് നല്ല കുറേ പാട്ടുകൾ എഴുതാൻ പറഞ്ഞ ഒരാളെന്നെ ഏൽപ്പിച്ച്, അത് എനിക്ക് വീട്ടിൽ പോയിരുന്നിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്തിട്ട് കോമഡി അല്ലാണ്ട് നല്ല സംഭവം ഒന്നും വരുന്നില്ല. പൂവേ പൊലി പൂവേ ഓണം വന്ന് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വരി സ്റ്റക്കാകണം. അപ്പോൾ ഞാൻ ആലോചിക്കണം മാവേലി. അപ്പോൾ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഈ മഹാബലി കേരളത്തിൽ വരുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ തോന്നുന്ന നിങ്ങളുടെ മനസ്സിൽ എന്നൊക്കെ. ഞാൻ പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, മാവേലി കേരളത്തിൽ വന്ന് ഈ റോട്ടിലെ ഗട്ടറിൻ്റെ അകത്തുനിന്നൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചു. പാതാളത്തിലേക്കല്ലേ പോയിരിക്കുന്നത്, ഇനി പുള്ളി പറഞ്ഞത് എന്നാൽ പിന്നെ ആ റൂട്ട് വെച്ചിട്ട് കോമഡി ആക്കിയിട്ട് പിറ്റേ ദിവസം സ്റ്റുഡിയോ ചെന്ന് 8 പാട്ട് റെഡിയാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. കാരണം തല്ലിക്കൂട്ട് കാസറ്റ് ഇറക്കാനായിട്ടുള്ള തീരുമാനം, വലിയ സ്ട്രെയിനൊന്നുമില്ല. അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പാട്ട് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് കോമഡിയാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ പേരിട്ടാൽ ചിലപ്പോൾ അകത്ത് പോവും, പ്രശ്നങ്ങളാവും. പേരിടാണ്ട് കാസറ്റ് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേരിടാണ്ട് പാട്ട് പാടി. ഇത് ഒരു ആര് എവിടെ നിന്ന് എങ്ങനെ ഇറക്കുന്നു എന്ന് അറിയാണ്ടൊരു കാസറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബീം ദിലീപ് അവിടെ വന്നു. അപ്പോൾ ഇവർക്ക് ഈ കാസറ്റിൽ മിമിക്രി പറഞ്ഞാലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ.
അപ്പോൾ എടാ ഇതൊരു പാരഡി കാസറ്റ് ഏതായാലും കോമഡി അല്ലേ, ഞങ്ങളുടെ മിമിക്രി കൂടി അതിനകത്ത് ആഡ് ചെയ്താലോ? ഞാൻ പറഞ്ഞു അത് പറയാം. അങ്ങനെ മിമിക്രി കൂടി ആഡ് ചെയ്യുക. അപ്പോൾ മാവേലി വന്ന് സംസാരിക്കും പോലെയൊക്കെ. അപ്പം മാവേലിയുടെ ശബ്ദം എടുക്കാൻ വേണ്ടിയിട്ട് അബിയാണ് മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ. അബി ജനാർദ്ദനൻ മാവേലി പറഞ്ഞു, മാമുക്കോയ അബിക്കറിയാവുന്ന സകല സ്റ്റാർസിൻ്റെ മാവേലി പറഞ്ഞു. അപ്പോൾ ദിലീപ് ഒരു സൈഡിൽ ഇങ്ങനെ കൈയും കെട്ടി മാറിക്കുന്നു. സപ്പോർട്ടിങ് കളിക്കാൻ വന്ന ആളാണ്, മെയിൻ കളിക്കാനല്ല. അബി മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയപ്പോഴേക്കും ഇവൻ കയറിയിട്ട് ആ മൈക്കിൽ ഇതേ ഡയലോഗ് ഇന്നസെൻ്റ് ഏട്ടൻ്റെ വോയിസിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം, ഇതാണ് മാവേലി, ഇതാണ് കറക്റ്റ് മാവേലിയുടെ ശബ്ദം. അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞു അതല്ല ജനാർദ്ദൻ പറ്റില്ല, മാമുക്കോയെ പറ്റില്ല, ജഗതി അങ്ങനെ ഇന്നസെൻ്റ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മാവേലി ഇതാണ്, മാവേലിയുടെ ശബ്ദം ഇതാണ്. അപ്പോൾ അബി മൂത്രമൊഴിച്ചെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് മാവേലി ഇന്നസെൻ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, അല്ല ഇതിനകത്ത് മെയിൻ ക്യാരക്ടറല്ലേ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അല്ല അതിപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ വോയിസിൽ ദിലീപ് ചെയ്താൽ. ഞാൻ പറഞ്ഞു നമ്മുടെ ഒന്നും പേരിടണമല്ലോ, പിന്നെ നിനക്കെന്താണ്? അത് ശരിയാണ്, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ സംഭവിച്ചു. ആരുടെ പേരിടല്ല, ഇന്നത് ചെയ്തത് ഇന്നാളാണെന്നൊന്നും ആരറിയാൻ പാടില്ല. കിടക്കട്ടെ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോയിലൊക്കെ ഭയങ്കര ചിരിയും ബഹളവും. അവർ പറഞ്ഞു ഇതൊരു അത്യാവശ്യം കയറി കൊളത്താൻ സാധ്യത കാണുന്നുണ്ട്, ഒരു മണം അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും എൻ്റെ പേരിടാൻ പോകണം, വരനോടത്ത് വെച്ച് കാണാം. അപ്പോൾ ഇടി കൊള്ളും. ഞാൻ പറഞ്ഞു ഇടി കൊള്ളുന്നിടത്ത് പറഞ്ഞു. ഇനി ഈ നാദർഷ ഏതാണ്, ഏലൂർ നാദർഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ഇടുന്നത്. എൻ്റെ ഇതൊക്കെ തപ്പി പിടിച്ച് വരുമ്പോഴേക്കും ഓണമൊക്കെ കഴിയൂടപ്പാ നമുക്കിടാം. ഞാനങ്ങനെ ഇട്ട് പേരിട്ട്. ശബ്ദാനുകരണം അബി ആൻഡ് ദിലീപ് പറഞ്ഞോട്ടെ? പറഞ്ഞോ. അപ്പോൾ ഇതിന് കാസറ്റിന് അങ്ങനെ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം ഒരു ഫീൽ ചെയ്ത്, ഇത് എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസ് വരും, ആരെങ്കിലും കേസ് കൊടുക്കുന്നൊക്കെ അവിടെ നിന്നൊക്കെ. പക്ഷേ ഇതെന്തെങ്കിലും കുഴപ്പം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ, ഇല്ലാതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന കേസ് നടത്താൻ ആരുമില്ല നമ്മുടെ ഇവിടെ. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴേക്കും നോക്കിയപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ആളില്ലേ, സൈമൺ ജെ നവോദയ എന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്ത്, അവൻ ഇതിൻ്റെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു വയ്ക്കണം. ശരിക്കും ഇപ്പോൾ ആരാ വേണതാണ് അവൻ്റെ പെടലേക്ക് വെച്ച് കൊടുക്കുക, ആശയം സംവിധാനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് റെക്കോർഡ് ചെയ്ത്. ആശയം സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ പെടലേക്ക് അവൻ്റെ പുറകെ പോയിക്കോളൂല്ലോ പോലീസ്. ഇതിൻ്റെ ആശയം പുള്ളിയാണ്, പുള്ളി പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്താണ് സാറേ എന്ന് പറയാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് കാസറ്റ് ഫസ്റ്റ് കോപ്പി അടിച്ച് കേട്ട് കഴിയുമ്പോഴാണ് ഇയാൾ ചെട്ടിപ്പോയി. ഇയാൾ വേളം ഉണ്ടാക്കി അപ്പോൾ. പക്ഷേ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ പിന്നീട് ഞങ്ങൾ 3 വർഷം ഇത് സൂപ്പർ ഡീപ്പർ ഹിറ്റ് 3 വർഷം. പാട്ടെഴുത്ത്, സംഗീത സംവിധാനം, പാട്ടുപാടൽ, ഇതിലും 3ലും വലിയ ഹിറ്റ് സമ്മാനിക്കുണ്ടായി. എങ്ങനെയാണ് സംഗീത രംഗത്തേക്ക് കടന്നത്? സിനിമാ സംഗീതത്തിലേക്ക് കടന്നത് മീനാക്ഷി കല്യാണം എന്ന് പറഞ്ഞ സിനിമയിലെ ജോസ് തോമസ് സാറാണ് ഡയറക്ടർ. അപ്പോൾ ഞാൻ ആ മാവേലി കൊമ്പത്തിനകത്ത് കലാഭവമണി ആദ്യമായിട്ടൊരു നാടൻ പാട്ട് പാടിയത് നമ്മുടെ കാസറ്റിലാണ്. അവനെ ഈ മാവേലി കൊമ്പത്തിന് കുറേ ഗുണം കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ കലാഭവമണിയുടെ ആദ്യത്തെ നാടൻ പാട്ട് വടക്കോട്ട് പോകുമ്പോൾ മാവുമ്മ മാങ്ങ തൂശുമ്മ കൂന്താരോ എന്ന് പറഞ്ഞിട്ട്, അത് ശരിക്ക് കാസറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് വന്നതല്ല. മണി ഈ കാസറ്റിലൊരു ചാൻസ് ചോദിച്ചു നടന്നു മാവേലി കൊമ്പത്തിൽ. അപ്പോൾ അങ്ങനെ മണിക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മണി വേറെ ട്രൂപ്പിലായതിൻ്റെ പേരിൽ നമ്മൾ മണിക്ക് ചാൻസ് കൊടുത്തില്ല. പിന്നെ മണി സിനിമയിൽ അഭിനയിച്ചു. ഈ ദില്ലിവാല രാജകുമാരിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ മുറിയിൽ താമസിച്ചു. അന്ന് ഞാൻ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഈ വർഷത്തെ മാവേലി കൊമ്പത്തിൽ എന്നെ പങ്കെടുപ്പിക്കുമോ? ഞാനിപ്പോൾ സിനിമാടനായില്ലേ. ഞാൻ പറഞ്ഞു പങ്കെടുപ്പിക്കാം. അങ്ങനെ സിനിമാടനെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പാടിക്കാനുള്ള തീരുമാനത്തിൽ മണി എത്തിയപ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്യേണ്ട സമയമായി. പറഞ്ഞ സമയത്തൊന്നും വന്നില്ല. ഒരു ദിവസം വൈകിപ്പോയി. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞടാ അത് അരിശേഷം ചേട്ടൻ പാടി, നിനക്ക് പാടാൻ വെച്ചിരുന്ന പാട്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ ഇനിയിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഇനി അടുത്ത വർഷം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളപ്പോൾ മിക്സിങ് തുടങ്ങി നമ്മളുടെ. അപ്പോൾ അപ്പുറത്തെ കൺസോൾ, ഞാനിപ്പോൾ ഇവിടുത്തെ കൺസോളിൽ ഇരുന്നിട്ട് അവിടെ ഇവർ മൈക്ക് മണി എന്തോ കിടന്ന് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളൊക്കെ കളിയാക്കണതാണ്. ആ മൈക്ക് അവിടെ ഇതൊന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞു, അവിടെ വെച്ചേക്കുന്നു. അപ്പോൾ ഇവിടുന്ന് മൈക്ക് ഓൺ ചെയ്തപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കേട്ട് വടക്കോട്ട് പോകുമ്പോൾ മാവുമ്മ മാങ്ങ തുജുമ്മ കൂന്താരു
ഭയങ്കര സുഖം. അതൊരു ദൂരേന്നൊരു പാട്ടിങ്ങനെ കേൾക്കുക. അപ്പം ഞാൻ ഇത് കൊള്ളാലോ. മണി അതാന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പാടിയെന്ന് പറയും. ഈ മണി എന്തിനാ ഞാൻ പറഞ്ഞ മൈക്കിൻ്റെ മുമ്പിൽ പാട്. അപ്പോൾ ഓർക്കസ്ട്രയൊക്കെ പോയി ഞാൻ പറഞ്ഞ കീബോർഡിൽ ഞാൻ തന്നെ കോഡ്സ് പിടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ കോഡ്സ് പിടിച്ചറ ഈ കോഡ്സ് ഈ പിച്ചിൽ പാടാൻ പറഞ്ഞു. ഡ്രംസ് വായിക്കാൻ ആളില്ല. ജോർജും കോട്ടയം വില്യംസ് ഞങ്ങൾ 3 പേരും കൂടി കയറി വായി കൊണ്ട് ഡ്രംസ് വായിച്ചു. എന്നിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് വെച്ച് ഇതെന്തിനാ? ഞാൻ പറഞ്ഞു ഇത് കാസറ്റിൽ ഇടാൻ പോകണം. കാസറ്റിൽ അവിടെ ഇടാനായിട്ട് ഇപ്പം തന്നെ ഡയലോഗ് കൂടുതലായിട്ട് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടിരിക്കണം. അതിനിടയിൽ എവിടെ കൊണ്ടു കയറ്റാൻ? ഞാൻ പറഞ്ഞു ഇത് ഒരു സ്കിറ്റും പാട്ടും അങ്ങനെ തന്നെ പോയാലും ഈ സാധനം നമ്മുടെ കാസറ്റിൽ വേണം. ഇതാണ് ഈ കാസറ്റിനെ രക്ഷിക്കാൻ പോണ സാധനം. ഇത് വരുമെന്ന് പറഞ്ഞു. നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്, നമ്മൾ ഇട്ട് നോക്കാം. അങ്ങനെ ഇട്ട് ആ സാധനമായിരുന്നു ആ വർഷത്തെ ഒരു ട്രെൻഡ്. ദേപുട്ട് മാവേലി കൊമ്പത്ത് പോലെ വേറൊരു സാധനമായിരുന്നു ദേപുട്ട്. ദേപുട്ട് ഇപ്പോൾ നാദർഷയ്ക്ക് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ദിലീപിന് തുടങ്ങണമെങ്കിൽ ആ ബിസിനസ്സുമായിട്ട് കുറച്ചുകൂടി യോജിച്ചു പോകുന്ന ആളുകളെയല്ലേ നിങ്ങൾ കണ്ടെത്തേണ്ടത്. പകരം പഴയ മിമിക്രി പാർട്ട്ണറെയാണ് കണ്ടെത്തുന്നത്. ഒരു യാത്രയിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ രാത്രി 12:30 ശേഷം ദിലീപ് എന്നെ ഫോണിൽ സുഹൃത്തുക്കൾക്ക് ഏത് പാതിരക്കം വിളിക്കാമല്ലോ അതിന് എവിടെ ഞാൻ പറഞ്ഞ വണ്ടിയുടെ അകത്താ. എന്താ പരിപാടി? ഞാൻ പറഞ്ഞ ഭക്ഷണം തേടി അലച്ചിലാണ്. അപ്പോൾ അവിടുന്ന് പോരുന്ന വഴി ഒരു പുട്ടുകട ഉണ്ടല്ലോ കരുനാഗപ്പള്ളിയിലെങ്ങാണ്ട്. ഞാൻ പറഞ്ഞു അതായിരുന്നു ലക്ഷ്യം, ഒരു രക്ഷയില്ല. അവിടെ കണ്ടില്ല. പിന്നെ ഇങ്ങോട്ട് വിട്ടുപോയി. നമുക്ക് എറണാകുളത്ത് വല്ലയിടത്ത് ഒരു പുട്ടുകട തുടങ്ങിയല്ലോ. അപ്പോൾ എന്നിട്ട് പുട്ടുകടേ എന്നിട്ട് എന്തിനാ? ഞാൻ പറഞ്ഞു ഒരു 10-12 തരം പുട്ട് എൻ്റെ വൈഫിന് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അത് ചോദിച്ചാൽ അതെന്ത് പുട്ടാണത്? ഞാൻ പറഞ്ഞു അങ്ങനെ ഇറച്ചി പുട്ട് മീൻ പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് അത്യാവശ്യം നല്ല പാചകക്കാരിയാണ്. അപ്പോൾ അവർ അങ്ങനെ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു കുറേ ടൈപ്പ് ഒരു 10-12 തരം പുട്ട് നമുക്ക് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് ആലോചിച്ചാലോ? നമ്മൾ ആലോചിക്കാം. ദിലീപിൻ്റെ ഇപ്പോഴത്തെ സിനിമാ കരിയറിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ നിരന്തരം ഒരേ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ ഒപ്റ്റി അദ്ദേഹം അബദ്ധം കാണിക്കുന്നു എന്നുള്ള അഭിപ്രായമുണ്ടോ? അങ്ങനെ സംസാരിക്കാറുണ്ടോ നിങ്ങൾ? അല്ല, ഈ അബദ്ധം പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്ത് ചാടുമല്ലോ ഒരിക്കലും. നമ്മൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടല്ലേ സിനിമ ചെയ്യാൻ പോണത്. ദിലീപിനെ കുറിച്ച് ഒരു ആക്ഷേപം അങ്ങനെയുണ്ട്. അതായത് ദിലീപിൻ്റെ കയ്യിലെത്തുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു തിരക്കഥ അത് വല്ലാതെ മാറ്റിക്കളയും. ദിലീപിൻ്റെ സുഹൃത്തുക്കളാണ് ദിലീപിന് വഴിതെറ്റിക്കുന്നത്. ദിലീപിൻ്റെ സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് ഞാനൊക്കെ ഇരിക്കണം വഴിയിട്ടിരിക്കുന്നത്. വേറെ ദിലീപ് ചെയ്യേണ്ട ഒരു പടം എങ്ങനെ ആയിരിക്കണം എന്ന് സംബന്ധിച്ച് നിങ്ങൾക്കൊരു മുൻധാരണയുണ്ട്? അങ്ങനെയൊന്നുമില്ല. മുൻധാരണ ദിലീപ് ചെയ്യേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ ദിലീപിൽ നിന്ന് ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന ഒരു ഇമേജ് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഫാമിലിയിൽ പെട്ടൊരു പയ്യൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ട് ദിലീപിന്. അത് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ എടുത്തിട്ടുള്ളത്. അതിനിടയിൽ വന്ന് ചില പരീക്ഷണ ചിത്രങ്ങൾ ആളുകളുടെ ഉള്ളിലേക്ക് അയ്യോ ഇതെന്താ എന്ന് തോന്നുന്നത്, അത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ദിലീപിൻ്റെ ആഗ്രഹം ആണ് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ. എന്നും ഒരേ സ്റ്റൈൽ സാധനങ്ങൾ ചെയ്ത് അടുത്ത വീട്ടിലെ പയ്യൻ തന്നെ ചെയ്ത് ഈ അഭിനേതാവിനൊരു മടുപ്പ് തോന്നില്ലേ? പക്ഷെ അത് വേഷം തിരഞ്ഞെടുക്കുമ്പോൾ മാത്രം. അതല്ലാതെ ഒരു തിരക്കഥ പൂർണ്ണ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ദിലീപ് അത് തിരുത്തിക്കളയും. മോശമായ പടങ്ങളുടെ കാര്യത്തിലാണ് അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ, മോശമായ പടങ്ങളൊക്കെ ദിലീപ് കഥ തിരുത്തിയതായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ആക്ഷേപമുണ്ടെങ്കിൽ, പല മോശമായിട്ടുള്ള തിരക്കഥകളും ദിലീപ് തിരുത്തിയില്ലായിരുന്നെങ്കിൽ എവിടെ പോയി നിൽക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നാദർഷ ഒത്തിരി പാട്ടെഴുതി ഒത്തിരി വർക്ക് ചെയ്തു, ഡയറക്റ്റ് എല്ലാം ചെയ്തു. എങ്കിലും ഒരു എഴുത്തുകാരനെന്ന ഒരു ആധികാരികത നാദർഷയ്ക്ക് തേടിയെത്തിയിട്ടുണ്ടോ? മിക്കവാറും പാട്ടുകളൊക്കെ പാരഡി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എഴുത്തുകാരൻ്റെ ബഹുമാനം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു എഴുത്തുകാരെന്നുള്ള ബഹുമാനിച്ചെന്നല്ല, അങ്ങനെ ഒരു പാരഡി ഗാനരചയിതാവെന്നുള്ള ഒരു ഇഷ്ടം, ഒരു സ്നേഹം അത്യാവശ്യം. ഈ സീരിയസ് റൈറ്ററിൻ്റെ മുഖം സീരിയസ് റൈറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നെ കണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ എൻ്റെ വിഷമമില്ല. സീരിയസ് റൈറ്റിങ്ങിന് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനൊരു റൈറ്റർ കോമഡിനെ എഴുതിയിട്ട് പോപ്പുലർ ആവുമെന്ന് വിചാരിച്ച ആളല്ല. സൂപ്പർ ഹിറ്റ് പാട്ടുകൾ എഴുതിയിട്ടല്ലോ. വെട്ടത്തിൽ എഴുതിയിട്ടുണ്ട് മക്കസായി, പിന്നെ പാണ്ടിപ്പടയിൽ പഞ്ചായത്തിൽ ഹുങ്ക് പേരുത്തവൾ, പിന്നെ ദിലീപിനെ സുന്ദരനാക്കിയ പാട്ട് നിങ്ങൾ എഴുതിയില്ലേ? കണ്ടാൽ ഞാനൊരു സുന്ദരന ഈ നാട്ടിലാത്. അവർ രണ്ടുപേരും പാടും. കണ്ടാൽ ഞാനൊരു സുന്ദരന ഈ നാട്ടിലെ കിന്നര കോമളന പല കാമിനിമാരുടെ കാമുകന പണ്ടേ ഞാനൊരു വീരന മീശ വടിച്ചാൽ ഷാരൂഖ് ഖാൻ ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ ഹൈറ്റിൽ അമിതാഭ് ബച്ചന. ഒരു പാട്ട് കൂടി പാടിയോടാ. അരികിടിക്കുമ്പം പൊരകുലുങ്കണ് വിറകൊടിക്കുമ്പം മരം കുലുങ്കണ് ഇടുന്ന മുട്ടയ്ക്കൊന്നടയിരിക്കടി അരമന കുയിലേ
തെരയടിക്കുമ്പോ കര വിറക്കുമ്പോ തെര ചിരിക്കണ്, തെര പിടിക്കുവാൻ വല വിരിക്കണ്, മറയ്ക്കാൻ മച്ചാനും. വളരെ നന്ദി ഇത്രയും നേരം മീറ്റ് ദ ജേഴ്സിൽ ചെലവഴിച്ചതിന്. മറ്റൊരു അതിഥിയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.